Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SC ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. കോർപ്പറേറ്റ് വെയിൽ എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം. കോർപ്പറേറ്റ് വെയിൽ എന്താണ്? ദെൻ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു 2 വർഷത്തെ പേപ്പറിൽ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡിറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു essay മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ഡിറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട്, അതിൻ്റെ അപ്പോയിൻമെൻറ്റ്, പ്രൊസീജിയേഴ്സ്, റോള്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊസീജിയർ ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് directors, appointment and removal ഉണ്ട്. and removal of the directors നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു റോൾ, ഡ്യൂട്ടീസ്, പവേഴ്സ് അതും നോക്കണം ഡിറക്ടേഴ്സിൻ്റെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് മെൻഷൻ ചെയ്യണു, അതും വരാറുള്ളതാണ്. റോൾ, ഡ്യൂട്ടീസ് and powers ഡിറക്ടേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഡിറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. അത് അപ്പോയിൻമെൻറ്റോ റിമൂവലോ റോൾ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കുക കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഈ ഒരു ചോദ്യം വരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എന്താണ്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. കഴിഞ്ഞ പ്രാവശ്യം SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. വീണ്ടും ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം. ബിക്കോസ് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ തിയറി ബേസിക്സ്. നിങ്ങൾ +1 മുതൽ പഠിച്ചിട്ടുള്ള അല്ലേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി കമ്പനി മീറ്റിംഗ്സിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരാറുണ്ട്. സോ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഡിഫറൻറ്റ് കാറ്റഗറീസ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ വാലിഡ് മീറ്റിംഗ്സ് അതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യവും വരാറുണ്ട്. വാലിഡ് മീറ്റിംഗ്സ്, വാലിഡ് മീറ്റിംഗ് ആവണമെങ്കിലുള്ള കാര്യങ്ങൾ അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കമ്പനി മീറ്റിംഗ്, അതുപോലെ തന്നെ വാലിഡ് മീറ്റിംഗ്, ഇത് രണ്ടും നമുക്ക് SCക്ക് ചോദിക്കാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു 2 വർഷത്തെ പേപ്പറിൽ നമുക്ക് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് സെബി. പിന്നെ പറയേണ്ട ആവശ്യമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബിയുടെ ഫങ്ഷൻസ് അതുപോലെ തന്നെ ആൻഡ് പവേഴ്സ് നിർബന്ധമായി നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകോർപ്പറേഷൻ പ്രൊസീജിയർ
എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കോർപ്പറേറ്റ് CSR സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. നിർബന്ധമായും പഠിക്കുക ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിൻ്റെ കണ്ടൻസ്. നിങ്ങൾ നിർബന്ധമായും ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് കൂടുതൽ പ്രാവശ്യം essayക്ക് ചോദിച്ചിട്ടുള്ളത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. രണ്ടും പഠിച്ചോളൂ, രണ്ടും വരാറുള്ളതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കോൺസിക്വൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബോണസ് ഇഷ്യൂ എന്താണ്. 5 മാർക്കിൻ്റെയിലാണ് സാധാരണ വരാറ്, ബട്ട് ഒരു പ്രാവശ്യം essayക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോണസ് ഇഷ്യൂൻ്റെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം essayക്ക് കണ്ടുവന്നിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളുടെ സജഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. അതിൽ 2 നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത് നിർബന്ധമായും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഞാൻ 8ാമത്തെ ചോദ്യം പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഡിറക്ടേഴ്സിനെ പറ്റിയുള്ള ചോദ്യം മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുണ്ട്. മീറ്റിംഗ് റിപ്പീറ്റ് ആണ്. ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് വെയിൽ അതും റിപ്പീറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് അതൊക്കെയാണ് കേട്ടോ. എന്തായാലും നമ്പർ 1 കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റിമൂവൽ ആൻഡ് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ റോൾ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ്, വാലിഡ് മീറ്റിംഗിൻ്റെ പറ്റിയിട്ടുള്ള ചോദ്യം, സെബിയുടെ ഫംഗ്ഷൻസ് ആൻഡ് പവേഴ്സ്, ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ദെൻ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, കോൺസിക്വൻസസ്, ദെൻ ബോണസ് ഇഷ്യൂവിൻ്റെ പ്രൊസീജിയേഴ്സും അഡ്വാൻറ്റേജസും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.